ഇതൊന്ന് പിടിച്ചണം. പഠിച്ചോട്ടോ. ഇത് ഇവിടുന്ന് വിളിക്കും. അതല്ല ഇങ്ങനെ കടിച്ചോട്ടെ. അപ്പൊ തന്നെ അവൻ പണിയാവും. കറുകുറ്റി പഞ്ചായത്തിലെ 7ാം വാർഡായ പാലിശ്ശേരിയിലെ SIMS കോളേജിനടുത്ത് ഇന്ന് കുറച്ച് സമയം ഏകദേശം 2 മണിയോടുകൂടി നമ്മുടെ അയൽവാസിയായ ഷൈജു എന്ന് പറഞ്ഞ ചേട്ടൻ മലമ്പാമ്പിനെ കാണുകയും ഉടൻ തന്നെ അദ്ദേഹം വാഴച്ചാൽ RRT ടീമിനെ അറിയിക്കുകയും ക്രിയാത്മകമായി തന്നെ അരമണിക്കൂർ കൊണ്ട് അവർ ഇടപെട്ട് നമ്മൾ ആ പാമ്പിനെ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. മഴക്കാലമായതിനാൽ കനാലിലൂടെയോ അല്ലെങ്കിൽ ഇവിടെ മലപ്രദേശങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ കടന്നു വരുന്ന ഈ മലമ്പാമ്പ് അങ്ങനെയുള്ള മറ്റ് വന്യജീവികൾ കുറച്ചധികമായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പഞ്ചായത്തിൽ നിന്നും തുടർ നടപടികൾ സ്വീകരിച്ച് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകളെല്ലാം വൃത്തിയാക്കി അങ്ങനെ ഇത്തരം വന്യജീവികളെ അകറ്റി നിർത്താം എന്നുള്ളൊരു ഉദ്യമത്തിന് നാളെ മുതൽ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെന്ന് മാത്രം അറിയിക്കുന്നു. എൻ്റെ പേര് ഷൈജു എന്നാണ്. ഇവിടെ പാലിശ്ശേരി SCMS കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലാണ് ഈ മലമ്പാമ്പിനെ കണ്ടത്. അവിടെ ആൾതാമസമില്ല, അവരെല്ലാം വിദേശത്താണ്. അപ്പം ഞാൻ ആ വീടിൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരാളെയും കൂട്ടി ഒരു കോൺട്രാക്ടറെയും കൂട്ടി അങ്ങോട്ട് ചെന്നപ്പോൾ വീടിന് ചുറ്റും ഈ വള്ളികൾ പടർന്നു കിടക്കായിരുന്നു. ആ വള്ളികൾ കൈകൊണ്ട് വലിച്ചു മാറ്റുന്ന സമയത്താണ് വീടിൻ്റെ ചുമരിനോട് ചേർന്ന് ഒരു മൂലയ്ക്ക് ഈ മലമ്പാമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടത്. വലിയൊരു പാമ്പാണ്, ഏകദേശം ഒരു 30 കിലോത്തോളം വരുന്നൊരു പാമ്പാണ്. ഉടനെ തന്നെ ഞാൻ റെസ്ക്യൂ ടീമിനെ RRT ടീമിനെ വിളിക്കുകയും അവർ അരമണിക്കൂറിനുള്ളിൽ എത്തി പാമ്പിനെ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. വീടിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് പറമ്പ് ക്ലീൻ ആക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മലമ്പാമ്പിനെ കണ്ടത്. അവർ അത്യാവശ്യം നല്ല സൈസുള്ള മലമ്പാമ്പായിരുന്നു. ഡിവിഷണൽ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് അതിരപ്പള്ളി RRT ടീംസാണ് ഈ മലമ്പാമ്പിനെ പിടിച്ചത്. ഇതുപോലെ എവിടെയെങ്കിലൊക്കെ പാമ്പുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാഴച്ചാൽ എമർജൻസി നമ്പറുണ്ട് 91 88 40 75 32. ഇതിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിരപ്പള്ളി RRTയെ അറിയിക്കുകയും തുടർന്ന് ഞങ്ങൾ സ്ഥലത്തെത്തി പരിശോധിച്ച് പാമ്പിനെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളിവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്നതാണ്.